അവർ നമുക്ക് കുറേ ടെസ്റ്റിംഗ് ചെയ്യണം, ലേബർ മാർക്കറ്റിംഗ് ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ അവിടെ ഉറപ്പ് വരുത്തണം. അതായത് അവിടെ ഒരാളെ വേണം എന്ന് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫില്ല് ചെയ്യണം. അങ്ങനത്തെ പല പ്രൊസീജിയറുണ്ട്. കാരണം ഇന്ത്യൻ ആരെയും ഇതുവരെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ഒത്തിരി സിസ്റ്റത്തിലൂടെ കടന്നു പോയി ഫൈനലി നമുക്ക് ഒരു അപ്രൂവൽ, ഡിപ്പെൻഡൻറ്റ് വിസ മാറി ജോബ് വിസ എന്ന് പറഞ്ഞൊരു അപ്രൂവൽ നമുക്ക് കഴിഞ്ഞ മാസം ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ഉടമ്പടിയിൽ ആയിരുന്ന സമയത്ത് ഞാൻ മാക്സിമം കാരുണ്യപ്രവർത്തികൾ ഇൻവോൾവ് ചെയ്യാൻ നോക്കിയിരുന്നു. കാരണം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് രോഗികളെ കാണുന്നുണ്ട്. രോഗികളായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ഇടപെടാനും അവരെ കുറച്ചും കൂടി കൂടുതൽ അടുത്തെറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും എല്ലാം ഞാൻ ശ്രമിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിനെ സഹായിക്കാൻ, സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പാവപ്പെട്ടവങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാനും